Hello, Artless Me പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബ്ലെൻഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ആക്രിലിക്കിൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ആക്രിലിക് പെയിൻറ് കൊണ്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിന് ജസ്റ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം, അതെങ്ങനെയാണെന്ന് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ചാനലിൽ ഓൾറെഡി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആർട്ട് ട്യൂട്ടോറിയൽസും പെയിൻറ്റിങ് സെഷൻസും അപ്ലോഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അതേപോലെ പെയിൻറ്റിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നോക്കാം. ബ്ലെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നറിയാമല്ലോ, ലൈക്ക് രണ്ട് കളറിനെ നമ്മൾ യോജിപ്പിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ ആദ്യം നമുക്ക് ക്യാൻവാസിലേക്ക് അല്ലെങ്കിൽ പേപ്പറിൽ ഇത് അത്ര സക്സസ്ഫുൾ അല്ല, പക്ഷേ ക്യാൻവാസിൽ നമ്മൾ ഡയറക്റ്റായിട്ട് എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു പേൽ എംബ്രാൾഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ജസ്റ്റ് ഡയറക്റ്റ്ലി വൈറ്റ് മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ ബ്രഷിനെ മൂവ് ചെയ്ത് റൗണ്ട് ആൻഡ് റൗണ്ട് ഇതിൽ മൂവ് ചെയ്തിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തിക്ക് കൺസിസ്റ്റൻസി പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഒരുപാട് വെള്ളം കൂട്ടി ഡൈല്യൂട്ട് ആക്കിയ പെയിൻ്റ് അല്ല, കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി പെയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു തിക്ക് കൺസിസ്റ്റൻസി, ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി എങ്ങനെയാണ്, എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ഇനി നമ്മൾ രണ്ട് കളറിനെ ഇതിനകത്തൊരു ട്രാൻസിഷൻ പോലെ ലൈറ്റ് ടു ഡാർക്ക് ഷെയ്ഡിലേക്കാണ് ആ ഒരു സർക്കിളിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കുക. അതായത് നമ്മൾ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഒന്നും ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ വെറ്റായിട്ട് തന്നെ, അതായത് ഡ്രൈ ആവാത്ത പൊസിഷനിൽ തന്നെ നമ്മൾ വീണ്ടും കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷിനെ ഒരേ പൊസിഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ബ്ലെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ആ സർക്കിൾ ചെയ്തപ്പോൾ നമ്മൾ കുറച്ചൊരു സർക്കിളിൻ്റെ മോഷനിൽ, അല്ല ആ മൂവ്മെൻറ്റിലാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്കതല്ല, കുറച്ച് വെർട്ടിക്കലായിട്ട് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലത്തെ ബ്ലെൻഡിങ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെയാണ് ചെയ്യേണ്ടത്. അതായത് പാരലലി ഇങ്ങനെ ബ്രഷ് മൂവ് ചെയ്യുക. നമുക്ക് ഏതൊരു ഇതിലാണ് നമുക്ക് ടെക്സ്ചർ വരേണ്ടത് അല്ലെങ്കിൽ ബ്ലെൻഡ് ആവണ്ടേന്നുള്ള ആ ഡയറക്ഷനിൽ വേണം നമ്മൾ ബ്രഷിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതാ പേൽ എമറാൾഡിൽ നിന്ന് വൈറ്റിലേക്ക് പോയി, വൈറ്റിൽ നിന്ന് ഞാൻ അൾട്രാമറൈൻ ബ്ലൂയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ. പേൽ എമറാൾഡ് അടിച്ചു, അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്ത് അതിനെ കുറച്ചും കൂടി വൈറ്റിലേക്ക് എത്തിച്ചു. പിന്നെ ആ വൈറ്റിൽ നിന്ന് അങ്ങോട്ട് എന്താ പറയുക, ഇപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടാണ് തുടങ്ങിയത്. നമ്മൾ അൾട്രാമറൈൻ ബ്ലൂ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് മിക്സ് ചെയ്ത് ലൈറ്റ് കളർ ഉണ്ടാക്കി, അതിന് ശേഷം അതിൻ്റെ ഡാർക്ക് കളർ ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയാണ്, അതായത് തീരെ മൂവ്മെൻ്റ് ഇല്ലാത്ത പെയിൻറ്റ് എടുത്ത്, അതായത് റോ പെയിൻറ്റ് എടുത്ത് അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അത്ര സ്മൂത്തായിട്ട് ബ്ലെൻഡ് ആവില്ല. പേപ്പറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര സ്മൂത്തായിട്ട് ബ്ലെൻഡ് ആവില്ല. അതായത് കുറച്ച് നല്ല കുറച്ചൊരു വെള്ളം കൂടി തിക്ക് കൺസിസ്റ്റൻസി ഭയങ്കര കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കുറച്ചൊരു വെള്ളം കൂട്ടിയിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് രീതിക്ക് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഫൈനലി നമുക്ക് വേണ്ട ലെയറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് ടു ബോട്ടം ഒന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ബ്ലെൻഡ് ആകുമ്പോൾ നമ്മൾ എല്ലാ കളറും ഈക്വലി ഒരേപോലെ ബ്ലെൻഡായി കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പാലറ്റിൽ തന്നെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഫുള്ള് മിക്സ് ചെയ്തിട്ട് ഒരു പുതിയ കളർ ഉണ്ടാക്കിയെടുക്കുക. ആ രീതിക്കല്ല, ഒരു സെമി ആയിട്ട് മിക്സ് ചെയ്യുക. അതായത് ഇപ്പം ഞാനിവിടെ മിക്സ് ചെയ്തത് അൾട്രാമറൈൻ ബ്ലൂവും പേൽ എമറാൾഡുമാണ് മിക്സ് ചെയ്തത്. അപ്പോൾ അത് രണ്ടും കംപ്ലീറ്റ്ലി മിക്സ് ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മളിപ്പോൾ പെയിൻറ്റിൻ്റെ മിക്സിനെ നോക്കുമ്പോൾ അതിൽ രണ്ട് കളറിനെ നമുക്ക് കാണാം. അതായത് പേൽ എമറാൾഡിനെയും കാണാം, അൾട്രാമറൈൻ ബ്ലൂവിനെയും കാണാം. ആ ഒരു പൊസിഷനിൽ എടുത്തിട്ട് വരയ്ക്കുക. ഇപ്പോൾ ഈ ലീഫ് വരച്ചതിൽ രണ്ട് കളറും ആക്ച്വലി കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയും നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അത് നമ്മൾ പേപ്പറിലേക്ക് ബ്ലെൻഡ് ചെയ്തതല്ലല്ലോ, നമ്മൾ ഡയറക്റ്റ് പാലറ്റിൽ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം പേപ്പറിലേക്ക് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ചെറിയ സൈസിൽ ബ്ലെൻഡ് ചെയ്തതിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ ഡീറ്റെയിൽ ചെയ്തതിനെ കൊണ്ടാണ് റൗണ്ട് ബ്രഷ് എടുത്തത്. ഇനി നമുക്ക് കുറച്ചും കൂടി വലിയ സൈസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വലിയ ബ്രഷ് എടുക്കുക ബ്ലെൻഡ് ചെയ്യാൻ. അതായത് നമ്മൾ ബ്ലെൻഡ് ഈ ലാർജ് സ്കെയിലിൽ ചെയ്യാന്ന് പറയുമ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വലിയ ബ്രഷ് എടുത്ത് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ നമ്മൾ ചെറിയ ബ്രഷ് എടുത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ചെറിയ ബ്രഷിൻ്റെ ബ്രഷ് സ്ട്രോക്സ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ ബ്രഷ് യൂസ് ചെയ്ത് കുറച്ചൊരു സ്പീഡിൽ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രഷിൻ്റെ ഈ സ്ട്രോക്കുകളും കാണാനുണ്ടാവും. അതേപോലെ
പെയിൻറ്റ് നല്ലപോലെ ബ്ലെൻഡ് ആവുകയും ചെയ്യും. പിന്നെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല പെയിൻറ്റ് കൺസിസ്റ്റൻസി വേണം. പെയിൻറ്റിനകത്ത് പിശുക്കത്തരം കാണിക്കേണ്ട. പെയിൻറ്റ് നല്ലോണം ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരേപോലെ മൂവ് ചെയ്യുമ്പം പെയിൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ ക്യാൻവാസിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് കാണും. നമ്മളധികം പെയിൻറ്റ് യൂസ് ചെയ്യാണ്ട് പിശുക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് വലുതാക്കി ബ്ലെൻഡ് ചെയ്യാം. നേരത്തെ ജസ്റ്റ് റൗണ്ട് ബ്രഷ് കൊണ്ട് നമ്മൾ ചെറിയ ഡീറ്റെയിലിങ്ങും അല്ലെങ്കിൽ ബ്ലെൻഡിങ്ങും അതായത് നമ്മളൊരു ഒബ്ജക്റ്റിലുള്ള ചെറിയൊരു ഭാഗം ചെയ്യുന്ന പോലെയാണ് നേരത്തെ ചെയ്തത്. ഇനി നമുക്കൊരു വലിയ ലാർജ് സ്കെയിൽ ചെയ്യണം എന്നുള്ള രീതിക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ഈ സൈസ് ഫ്ലാറ്റ് ബ്രഷ് എടുക്കാൻ കാര്യം ഇതൊരു ചെറിയ ഏരിയ അല്ലേ നമ്മൾ ചെയ്യുന്നത്. എന്നുവെച്ചാൽ മറ്റേതിനെക്കാട്ടും കുറച്ച് വലുതാണ്, പക്ഷേ ഭയങ്കര വലിയൊരു വർക്ക് അല്ല ഇത്. ഓക്കെ, ഇത് ഭയങ്കര ചെറിയ സൈസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് സെൻറ്ററിൽ വൈറ്റാണ് ആദ്യം കൊടുത്തത്. ലൈറ്റ് ഷെയ്ഡ് ആദ്യം കൊടുത്തു, അതിന് ശേഷം അതിൻ്റെ ചുറ്റും അടുത്ത കളറും കൂടി കൊടുത്തു. അപ്പോൾ അടുത്ത കളറിന് എന്നിട്ട് ഈ ലൈറ്റ് ഷെയ്ഡിനെയും കൂടി നമ്മൾ ഇപ്പോൾ റൗണ്ടിലാണ് നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് റൗണ്ടിൽ ബ്രഷിന് റൗണ്ട് അടിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതായത് ഇപ്പോൾ രണ്ടും വെറ്റാണ്, അതായത് നമ്മൾ നടുവ് കൊടുത്ത വൈറ്റും യെല്ലോവും വെറ്റാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും നമ്മൾ ബ്രഷിനെ കൊണ്ട് വീണ്ടും മൂവ് ചെയ്യുമ്പോൾ രണ്ട് കളറും നല്ലപോലെ ബ്ലെൻഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ചിലപ്പം ഫസ്റ്റ് ഇതിൽ നമുക്ക് ചിലപ്പം ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ അടിയിലെ ക്യാൻവാസൊക്കെ കണ്ടെന്ന് വരും. അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ വൈറ്റ് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കൂടുതൽ യെല്ലോ ആയിട്ട് കംപ്ലീറ്റ് മിക്സ് ആയി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാനിക് ആവണ്ട, ജസ്റ്റ് അതിനവിടെ വെക്കുക. അതൊന്ന് ഡ്രൈ ആയിക്കോട്ടെ നല്ലപോലെ. എന്നിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്കതിനെ വീണ്ടും എടുക്കാം. ഇതിൻ്റെ റൗണ്ട് ആൻഡ് മോഷനിലാണ് കളറിനെ ബ്ലെൻഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരുപാടായിട്ട് നമ്മളിപ്പം ലാസ്റ്റ് കളർ കുറച്ച് ഡാർക്ക് ഉള്ളതല്ലേ, അപ്പോൾ അതിനെ നമ്മൾ എടുത്ത് വെച്ച് ചിലപ്പം അകത്തേക്ക് കുറച്ച് കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്കതിനെ വീണ്ടും ബ്ലെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇതിങ്ങനെ അകത്തേക്ക് കയറി വരികയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അത് ജസ്റ്റ് അവിടെ വെച്ചിട്ട് അതൊന്ന് ഉണങ്ങിക്കോട്ടെ. എന്നിട്ട് നമുക്ക് വീണ്ടും യെല്ലോ എടുത്തിട്ട് അതിനെ പുറത്തേക്ക് ആക്കണം. കാരണം ഡാർക്ക് കളർ അകത്തേക്കല്ല വരേണ്ടത്. ആക്ച്വലി ആ ലൈറ്റ് എനിക്ക് വേണ്ട റിസൾട്ട് ആട്ടോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഡാർക്ക് കളറാണ് അകത്തേക്ക് വരേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ ഡാർക്ക് കളറാണ് വേണ്ടാത്തത് വെച്ചാൽ കുറച്ചും കൂടി ഓറഞ്ച് പുറത്തേക്ക് വരേണ്ട യെല്ലോ പുറത്തേക്ക് വരേണ്ട രീതിക്ക് അതിനെക്കൊണ്ട് ഞാൻ കൂടുതൽ യെല്ലോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇതാക്കേണ്ട, ഒരു സാമ്പിൾ പെയിൻറ്റിങ് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചതിനെ കൊണ്ട് ഞാൻ ആ മെറൂണിനെ മാറ്റിയിട്ട് അതിനകത്ത് ക്രിംസൺ റെഡ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ആക്രിലിക്കിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലെയർ അടിച്ചിട്ട് നമുക്കിനി ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇതല്ല ഞാൻ വിചാരിച്ചതെന്നാണെന്നുണ്ടെങ്കിൽ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. കാരണം ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്രിലിക്ക് നമ്മുടെ കൂടെ വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ വേറെ കളർ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടിയാണ് ഇത്. അപ്പോൾ അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും പഴയ പെയിൻറ്റിങ്ങോ ഏതെങ്കിലും ക്യാൻവാസിൽ ചെയ്തിട്ട് മോശമായി പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാം, റീവർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിന് ലൈറ്റ് കളറിന് തുടങ്ങും. അതിനുശേഷം അതിനകത്ത് കുറച്ചും കൂടി യെല്ലോ ഇട്ടിട്ട് രണ്ടിനെയും കൂടി ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ രണ്ട് കളർ ബ്ലെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേർഡ് കളറിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് കളർ സെറ്റ് ആക്കിയിട്ട് മതി നമുക്ക് അടുത്തൊരു കളറിലേക്ക് പോകുന്നത്. ഇതേപോലെ തന്നെ റൗണ്ട് മോഷനിൽ ജസ്റ്റ് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കളറിനെ ബ്ലെൻഡ് ചെയ്യുമ്പം എല്ലാ കളറും വെറ്റായിരിക്കണം. ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്ലെൻഡൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം സപ്പോസ് ലൈക്ക് യെല്ലോ വെറ്റായിട്ടും വൈറ്റ് ഡ്രൈ ആയിട്ടാണെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കളറും വെറ്റായിട്ട് വേണം. എന്നിട്ട് നമുക്ക് ഏത് ഡയറക്ഷനിലാണ് അത് ബ്ലെൻഡ് ആവേണ്ടതെന്നുള്ളതെങ്കിൽ ആ ഡയറക്ഷനിൽ ജസ്റ്റ് മൂവ് ചെയ്യുക ബ്രഷിനെ. അപ്പോൾ അതിനകത്തൊരു കൊച്ചു പെയിൻറ്റിങ് ചെയ്യാം. ഒന്നുമില്ല, ഞാൻ കാര്യമായിട്ടൊന്നും അറിയില്ല. സൺസെറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ട് കുറച്ച് ഗ്രാസും വരച്ചു. ഒരു ട്രീയും വരയ്ക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് ഭയങ്കര എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ചെറിയ ടൈം ലാപ്സ് പോലെ കണ്ടാൽ മതി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത്, അതായത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള നൈറ്റ് സ്കൈയും കൂടി എങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ, പെയിൻറ്റിങ് ഇതുപോലെ നിങ്ങൾക്ക് ടൈം ലാപ്സ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ പെയിൻറ്റിങ് ഇപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ടൈം ലാപ്സ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുഞ്ഞാറ്റേൻ്റെയൊക്കെ പെയിൻറ്റിങ് ചെയ്ത പോലെ കുറച്ചും കൂടി ഡെപ്തിൽ ഓരോ പെയിൻറ്റിങ്ങും പെയിൻറ്റ് വിത്ത് മീ പോലെ വേണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ചെയ്യുന്ന ഒരു പ്രിപ്പറേഷനിലാണിപ്പം. അതുകൊണ്ട് പുതിയൊരു മീഡിയം, എന്നോട് കുറേ പേര് ഓയിൽ പെയിൻറ്റിങ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു മീഡിയം ഞാനിപ്പോൾ എടുക്കുന്നില്ല. വാട്ടർ കളറും ആക്രിലിക്കും കുറച്ചും കൂടി ട്യൂട്ടോറിയൽസും ലെസൺസും അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എനഫ് മെറ്റീരിയൽ ഉണ്ട് പ്രാക്ടീസ് ചെയ്യാൻ എന്ന് എനിക്ക് തോന്നുമ്പം ഞാൻ നിർത്താം. ഓക്കെ,
ഇനി നമുക്ക് എങ്ങനെയാണ് നൈറ്റ് സ്കൈൻ്റെ ചെയ്തത്, അതായത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതെന്ന്. മറ്റേത് നമ്മൾ സർക്കിളിലല്ലേ ബ്ലെൻഡ് ചെയ്തത്, ഇനി സ്ട്രെയിറ്റ് ആയിട്ട് എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നതെന്ന്. ഇവിടെ നമ്മൾ 2 കളറേ ബ്ലെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ബ്ലാക്കും അൾട്രാമറൈൻ ബ്ലൂ ആണ്. അപ്പം ബ്ലാക്കിന് ഞാൻ മുകളിൽ അടിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ താഴ്ന്ന് മുകളിലേക്ക് പോവുകയാണ് അൾട്രാമറൈൻ ബ്ലൂ ആയിട്ട്. അപ്പം ബ്ലാക്കിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഓൾമോസ്റ്റ് എല്ലാ കളറിൻ്റെ മുകളിലേക്കും വന്നു കഴിഞ്ഞാൽ ബ്ലാക്കിനാണ് എടുത്ത് വെക്കുക, മറ്റേ കളറിന് എടുത്ത് വെക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അൾട്രാമറൈനെ കൊണ്ട് ബ്ലാക്കിലേക്കാണ് പോകേണ്ടത്, അല്ലാണ്ട് ബ്ലാക്കിനെ കൊണ്ടുവന്ന് അൾട്രാമറൈനിലേക്ക് അധികം കയറ്റണ്ട. കാര്യം അത് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് മറ്റേതിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇൻസ്റ്റെഡ് നമ്മൾ ബ്ലൂ കുറച്ച് കയറിപ്പോയിട്ട് അതിനകത്തേക്ക് പിന്നെ ബ്ലാക്ക് കയറ്റാൻ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അൾട്രാമറൈനിന്ന് ബ്ലാക്കിലേക്ക് പോയിട്ട് അവിടെ ബ്ലെൻഡ് ചെയ്യുക. അതേപോലെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ കയറണ്ട. അതായത് അപ്പം ഞാനിങ്ങനെ താഴ്ന്ന് അടിച്ച് മുകളിലേക്ക് കയറുകയാണ്, എന്നിട്ട് അതിൻ്റെ പെട്ടെന്ന് എൻ്റെ ഇടയിൽ അതിൻ്റെ പകുതിക്ക് വെച്ച് എനിക്ക് വീണ്ടും ടച്ച് ചെയ്യണം തോന്നിയിട്ട് അതിൻ്റെ നടുവ് പോയി അങ്ങനെ കയറാൻ നിൽക്കണ്ട. നമ്മൾ കംപ്ലീറ്റ് ഒരൊറ്റ സ്ട്രെച്ചിൽ താഴ്ന്ന് മുകളിലേക്ക് പോവുക. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കുറച്ച് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ നിന്നോട്ടെ, കാര്യമാക്കണ്ട. എന്നിട്ട് അതിനെ ജസ്റ്റ് ഡ്രൈ ആക്കാൻ വെക്കുക. അത് ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾക്ക് എവിടെയെങ്കിലും ഫില്ലായിട്ടില്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ താഴ്ന്ന്, ഇപ്പോൾ ഈ ഒരു കേസിൽ താഴ്ന്ന് മുകളിലേക്ക് പോവുക. അതേപോലെ കുറച്ച് മുകളിൽ നിന്ന് താഴോട്ട് വരിക. അതായത് ബ്ലാക്കിൽ നിന്ന് ഒരുപാട് ബ്ലൂയിലേക്ക് കയറ്റണ്ട. ഇനി പെയിൻറ്റ് കൺസിസ്റ്റൻസി ഒക്കെ സെയിം ആണ്, അതിലൊന്നും വ്യത്യാസമില്ല. കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി പെയിൻറ്റ് എടുത്തിട്ടാണ് നമ്മൾ അടിക്കുന്നത്. പേരിന് വളരെ കുറച്ച് വെള്ളം ബ്രഷിലുള്ളത് നല്ലതാണ്. അതായത് ജസ്റ്റ് ആ ഭയങ്കര തിക്കായിട്ടുള്ള പെയിൻ്റ് ആണെങ്കിൽ ഒന്ന് എന്താ പറയുക സോഫ്റ്റൻ ചെയ്യണമെങ്കിൽ മെൽറ്റ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതടിക്കുക. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഡീറ്റെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതൊന്ന് നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഡീറ്റെയിൽ ചെയ്യാം. ഇനി ഒരു നൈറ്റ് സ്കൈയിൽ ജസ്റ്റ് ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെ ഒരു ചെറിയ കൊച്ചു പെയിൻറ്റിങ് ചെയ്യാമെന്നുള്ളതാണ്. അത് ഞാൻ ടൈം ലാപ്സ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം കൂടുതലായിട്ട് ആക്രിലിക് പെയിൻറ്റിങ് സെഷൻസും വീഡിയോസും, അതായത് ഇപ്പം ഓൾമോസ്റ്റ് ബേസിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പെയിൻറ്റിങ്സിനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.